ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ESP32 എന്ന് പറയുന്ന ഒരു SoC. നിങ്ങൾക്കറിയാം ESP32 നമ്മൾ പലരും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മളത് കൂടുതൽ ആർഡിനോയിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലരും. പിന്നെ ചില ആൾക്കാർ ESP IDFനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്നാലും നമ്മളത് കൂടുതൽ ആർഡിനോയിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ആർഡിനോയിലൂടെ ചെയ്യുമ്പം ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് നമുക്കത് അതിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള മിനി കോൺഫിഗറേഷനൊന്നും അതിനകത്ത് നമുക്ക് കയറിയിട്ട് നമുക്ക് അതിനകത്തുള്ള ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പം അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിനകത്ത് ഡിഫാൾട്ടായിട്ട് വരുന്ന അതിൻ്റെ കോൺഫിഗ് ഫയലുകൾ വെച്ചിട്ട് നമുക്ക് ആർഡിനോയിലത് ഫ്ലാഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പോരായ്മ അതിനുണ്ട്. പിന്നെ നമുക്കതുപോലെ തന്നെ ഫ്രെയിംവെയർ എൻക്രിപ്ഷനൊന്നും ആർഡിനോയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കതിനകത്തൊരു പ്രൊഡക്ഷൻ ലെവലിലുള്ളൊരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോപ്പി പ്രൊഡക്ഷനായിട്ടൊക്കെയുള്ള രീതിയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് ഒറിജിനൽ അതിൻ്റെ തന്നെ ഒരു ടൂളുണ്ട്. നമ്മൾ അതിൻ്റെ പേര് ESP IDF എന്നാണ്. അപ്പോൾ അത് രണ്ട് ടൈപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്ന് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എക്ലിപ്സിൻ്റെ കമ്പൈലർ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമതൊരു CLI ആണ്. CLIയിൽ നമുക്ക് രണ്ട് പവർ ഷെല്ലിന് യൂസ് ചെയ്യാം, കമാൻഡ് പ്രോംപ്റ്റും യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ പവർ ഷെല്ലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം കാരണം ഞാനതിൽ അതാണ് എനിക്ക് കൂടുതലും കംഫർട്ടായിട്ടുള്ളത്. അതായത് അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ഷെൽ. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ഡയറക്ടറിയിലോട്ട് പോകണം. അപ്പോൾ ഈ പ്രൊജക്റ്റ് എന്താണെന്നുള്ളത് ഞാനൊരു വേറെ വീഡിയോയിൽ നമുക്ക് ഇടുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് നമുക്കത് എങ്ങനെ കോപ്പി പ്രൊഡക്ഷനായിട്ടുള്ളത് ഒരു ഇത് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റിനകത്തോട്ട് എൻ്റർ ചെയ്തു. പ്രൊജക്റ്റ് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഫുൾ ക്ലീൻ കൊടുക്കണം. അതായത് നമ്മൾ നേരത്തെ ബിൽഡ് ചെയ്തതെല്ലാം റിമൂവ് ചെയ്ത് എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ള ബിൻ ഫയലും ഇതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് ഒന്നേന്നും പറഞ്ഞാൽ നമുക്ക് ചെയ്യണം. കാരണം ഇപ്പം ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ളൊരു ESP32 ബോർഡാണ്. അപ്പോൾ അതിപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ബൂട്ട് ആവുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ എല്ലാം ഓക്കെയാണ്. നമുക്ക് ഡിസ്കണക്ട് ചെയ്ത് ഇട്ടൊക്കെ വയ്ക്കാം. ഓൾറെഡി ഇപ്പം നമ്മളെ പ്രൊജക്റ്റ് ഫയലിനകത്ത് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബിൽഡ് ചെയ്യണം. ഈ ബിൽഡ് ചെയ്യുന്നത് നമ്മളിതിനു മുമ്പ് ഇപ്പോൾ ESP IDFൽ നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ആദ്യം ഒരു പ്രൊജക്റ്റ് ഫോൾഡർ, ഇപ്പം നമ്മുടെ ADB റിമോട്ട് എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഫോൾഡർ, അതിനകത്തൊരു മെയിൻ ഫോൾഡർ ഒരു സ്ട്രക്ചർ കാണിച്ചിരുന്നത്. അത് എങ്ങനെ കോഡ് നിങ്ങൾക്കത് ജനറേറ്റ്. അപ്പം ഇത്രയും ഐറ്റംസ് ഇതിൽ കാണുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് ഈ മെയിൻ ഫോൾഡറിനകത്ത് ഈ main.cpp ഇതെല്ലാം ഓട്ടോ ജനറേറ്റ് ആവും. പക്ഷേ ഈ രണ്ട് ഐറ്റം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഈ SD-config ഡിഫാൾട്ട് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ഈ പാർട്ടീഷൻ ടേബിൾ, അതിൽ ഈ ഒരു നമുക്ക് പ്രൊജക്റ്റിനകത്ത് പാർട്ടീഷൻ ടേബിളിൻ്റെ ആവശ്യമുണ്ട്. കാരണം നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെമ്മറിയിൽ നമ്മൾ കുറച്ച് ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു പാർട്ടീഷൻ അവിടെ വേണം. അപ്പം ഡിഫാൾട്ട് പാർട്ടീഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഓവർഫ്ലോ ആകും. അതുകൊണ്ട് പറ്റില്ല. പിന്നെ ഇത് നമ്മുടെ എൻക്രിപ്ഷൻ കീ ആണ്. ഇത് ഒരു കാരണവശാലും ജനറേറ്റ് ചെയ്തിട്ട് ഇത് മിസ്സായി പോകരുത്. ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ബാക്കിയുള്ള ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നത് ജനറേറ്റ് ആവുന്നതാണ്. ഓക്കെ,
ഇതാണ് അതിൻ്റെ ഒരു ഇതിനകത്ത് ESD കോൺഫിഗാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം സിസ്റ്റം ഹാർഡ്വെയർ നമ്മളതിൻ്റെ ഫ്രീടോസിൻ്റെ ഫ്രീക്വൻസി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പാർട്ടീഷൻ ടേബിൾ, പാത്ത്, ഫ്ലാഷ് പാത്ത്, ഫ്ലാഷിൻ്റെ എൻക്രിപ്ഷൻ നമ്മളത് ഡെവലപ്മെൻറ്റ് ബോർഡിൽ ചെയ്തിട്ടുണ്ട്. ഈ ഡെവലപ്മെൻറ്റ് ബോർഡിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു കാര്യമുണ്ട്. നമുക്ക് വീണ്ടും ഫ്ലാഷ് ചെയ്യണമെങ്കിൽ ഈ കീ ഉപയോഗിച്ച് വീണ്ടും ഫ്ലാഷ് ചെയ്യണമെങ്കിൽ ഇത് പറ്റും. അല്ലാതെ നമ്മൾ സെക്യൂർഡ് മോഡിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റ ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഫ്രെയിം വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ ഇതിനകത്ത് ഫ്ലാഷ് മെമ്മറിയിലോട്ടും ബൂട്ട് ലോഡറിനകത്തോട്ടും പാർട്ടീഷൻ ടേബിളിലും അപ്ലോഡ് ചെയ്യും. നമുക്കിത് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല വെളിയിലല്ലാതെ. ഇതിനകത്ത് നിങ്ങൾക്കിപ്പോൾ ഇത് ഫ്ലാഷ് പ്രൊട്ടക്ഷൻ നമ്മൾ എൻക്രിപ്ഷൻ ചെയ്ത് ഫ്ലാഷ് ചെയ്തതിന് ശേഷം ഇത് റീഡ് ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ റീഡാവും. റീഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നത് ഒരു ഗാർബേജ് ആയിട്ടുള്ളൊരു ഫയലായിരിക്കും. അതിനകത്ത് ഉള്ള ഡാറ്റ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ എൻക്രിപ്ഷൻ കീ നമ്മുടെ ESP32 ഫ്ലാഷ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അത് ഡീക്രിപ്റ്റ് ചെയ്യണം. ഡീക്രിപ്റ്റ് ചെയ്താലും അതിൻ്റെ ഒരു കീ ഫയലുണ്ട്, അതിൻ്റെ ഒരു മെമ്മറിയിൽ കീ സ്റ്റോർ ആവുന്നുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ അതിൽ കൊടുത്ത് ഫ്ലാഷ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് ഇനി എന്തെങ്കിലും ഹാക്ക് ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്താലും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഫ്യൂസ് ബിറ്റ് ഇട്ട് ഈ മറ്റേ ഇതിനകത്ത് നമ്മുടെ UARTൻ്റെ പോർട്ട് ഇതിനകത്ത് പ്രോഗ്രാം ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ട് കാര്യമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇത് എൻക്രിപ്ഷൻ അപ്ലോഡ് ചെയ്താൽ മതി. അത് വേറെ ആർക്കും കോഡ് നിങ്ങൾക്ക് ബിൻ ഫയലായിട്ട് കിട്ടിയാലും പക്ഷേ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു ESPയിലോട്ട് ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൺ ചെയ്യില്ല. കാരണം അത് എൻക്രിപ്റ്റഡ് ഫയലാണ്. അതിന് ഡീക്രിപ്ഷൻ കീ ഇല്ലാതെ ആ സോഫ്റ്റ്വെയർ അതിൽ വർക്ക് ചെയ്യില്ല. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫിനിറ്റി ലൂപ്പിൽ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ധൈര്യമായിട്ട് ഇതിനുള്ള ഐറ്റംസ് നമുക്ക് എൻക്രിപ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ വീഡിയോയിൽ ഇടുന്നത്. ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ പെടട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ബിൽഡ് കൊടുക്കും. പിന്നെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൽ നിന്ന് എടുത്തിട്ടത് കോൺഫിഗറിങ് കറക്റ്റായിട്ടുണ്ട്. പാർട്ടീഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇതിപ്പോൾ ഞാൻ കസ്റ്റമൈസ് ചെയ്ത എൻവയോൺമെൻറ്റിലാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ESP32 ഒറിജിനൽ കമ്പൈലറിനെ മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് വേറെ കുറച്ച് ഹെഡർ ഫയലുകൾ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് ചില വാണിങ്സുകൾ ഇതിനുണ്ട്. അതായത് ഇപ്പം എക്സാമ്പിൾ ഇതിനകത്ത് ഇപ്പം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വൈഫൈയുടെ ഒരു ഇതിൻ്റെ അത് നമ്മൾ ഇതിനകത്ത് പ്രൊഡക്റ്റിൽ വൈഫൈ യൂസ് ചെയ്യുന്നില്ല, ബ്ലൂടൂത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഇഗ്നോർ ചെയ്യാതെ പ്രോബ്ലം വരുന്നില്ല. രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ബ്ലൂടൂത്ത് സീരിയൽ അത് ആ ഹെഡർ ഫയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ വാണിംഗ് അതിൽ വരുന്നുണ്ട്. ഓൾറെഡി ഇപ്പം നമുക്ക് ആ ഹെഡർ ഫയൽ നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് നമുക്കത് അതിൻ്റെ പുതിയ വെർഷൻ നമുക്ക് നമ്മുടെ കയ്യിലില്ല. അപ്പം അത് അവൈലബിളും അല്ല. അപ്പം നമുക്കത് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അതുകൊണ്ടാണത് നമ്മൾ ആ വാണിംഗ് ഇഗ്നോർ ചെയ്തത്. അത് പ്രോബ്ലം നമ്മളെ വർക്കിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യണൊരു വാണിംഗ് ഇതല്ല. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ വിൻ ഫയൽ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ബിൽഡിനകത്ത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഡിബ് റിമോട്ട് .bin, ബൂട്ട് ലോഡർ, വിൻ ഫയൽ, അതുപോലെ പാർട്ടീഷൻ ടേബിൾ എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമ്മളതിനെ എൻക്രിപ്റ്റ് ചെയ്യണം. എൻക്രിപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇതിലേക്ക് ESP32 നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിൽ കീ ഫയൽ അപ്ലോഡ് ചെയ്യണം. ESP32 ഇതിനെ എന്താണ് നമ്മുടെ കീ ഫയൽ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് സെറ്റാക്കി എടുക്കണം. അതിനാൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ പാസ്വേഡ് ഇതിനകത്തിട്ട് കീ ഫയലിനകത്തിട്ട് ബേൺ ചെയ്യാം. ഇതിനകത്ത് നമ്മൾ നമ്മുടെ കീ ഫയൽ ബേൺ ചെയ്യാൻ പോകണം. സോറി, അത് ക്യാപ്സുലേറ്ററിൽ തന്നെ കൊടുക്കണമായിരുന്നു. ഓക്കെ, ഫ്യൂസ് ഇപ്പം നമ്മുടെ കീ ഫയലിനകത്തിട്ട് ആയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്മെൻറ്റ് ഫ്യൂസ് ബേൺ ചെയ്യണം. അപ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എൻക്രിപ്റ്റ് ചെയ്യണം. ഇത്രയും കമാൻഡ്, അതായത് 3 ഫയലുണ്ട് ഇതിനകത്ത്: ബൂട്ട് ലോഡർ, പാർട്ടീഷൻ ടേബിൾ, ഫ്ലാഷ് ഫയൽ. അതിനെ 3നും എൻക്രിപ്റ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡയറക്ടറിയിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ ഒരു എന്താ ഡിബ് റിമോട്ട് enc.bin, ഇത് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഫയലാണ്. അപ്പോൾ ആക്ച്വലി ഇത് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഇത് കണ്ട, ഈ ഫയൽ എൻക്രിപ്റ്റഡ് ആണ്. ഇനി എൻക്രിപ്റ്റഡ് അല്ലാത്ത ഫയൽ കണ്ടോ, ഇതിനകത്തുള്ള ഇപ്പം നമുക്ക് എൻക്രിപ്റ്റഡ് അല്ല, ഇതിനകത്തുള്ള ഫയലുകൾ നമുക്ക് ഇതുപോലെ എടുത്ത് ഈ ബിൻ ഫയൽ എടുത്ത് ഏത് പുതിയ ESP32 ഫ്ലാഷ് ചെയ്താലും ആ സാധനം വർക്ക് ചെയ്യും. കാരണം ഇത് എൻക്രിപ്റ്റഡ് അല്ല. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡീക്രിപ്റ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യൂ, ESP32 കോറിൽ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് ESP32 കോറിൽ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ESP32 അതിൻ്റെ കീ വേണം. അപ്പോൾ നമ്മളത് കീ ഇപ്പം ഫ്ലാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കീ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് എന്ത് ചെയ്യാൻ പറ്റൂ, ഡീക്രിപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കോറിൽ റൺ ആവാൻ പറ്റും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇൻഫിനിറ്റി ലൂപ്പായിട്ട് റീസ്റ്റാർട്ടായി. അപ്പം അതുകൊണ്ട് നമുക്കിനിയിപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി വിൻ ഫയൽ എടുത്ത് കഴിഞ്ഞ് നമുക്ക് ഇതിലോട്ട് ഫ്ലാഷ് ചെയ്യാം. ഫ്ലാഷ് ചെയ്യുന്നത് നമുക്ക് 3 ഫയലുകൾ ഒരുമിച്ചാണ് നമ്മൾ ഫ്ലാഷ് ചെയ്യാൻ പോകുന്നത്.
ഇപ്പം ഒരു വേറെ കാര്യമുണ്ട്. ഇപ്പം ഈ സാധനം ഇതിനകത്ത് റണ്ണാവില്ല, ഇത് റിപ്പീറ്റായിട്ട് ലൂപ്പായിട്ട് നിൽക്കും. കാരണം ഇതിൽ ഒരു കാര്യം കൂടെ നമുക്കൊരു ഫ്യൂസുകൾ ബേൺ ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ബേൺ ചെയ്യാം. അതായത് ഈ ഒരു ഫ്യൂസും കൂടെ നമുക്ക് ബേൺ ചെയ്താൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ അതിനല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിംവെയർ അതിൽ റണ്ണാകത്തുള്ളൂ. ഓക്കെ, ഇനി ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇത് അതിൽ റണ്ണാവും. ഓക്കെ, ക്യാപ്ചർ എൻജിൻ റെഡി. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇപ്പോൾ അതിൽ റണ്ണാണ്, എൻക്രിപ്റ്റഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇപ്പം ആരെങ്കിലും ഈ ഫ്രെയിംവെയർ കോപ്പി ചെയ്താലും അവർക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഫുള്ളി എൻക്രിപ്റ്റഡ് ആണ്. നമുക്കത്